അവകാശം ഇന്ന് നമ്മൾ പോകുന്നത് വടകരയിലേക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ പോകുന്നത് വടകര. നമുക്ക് 1-2 ഡെസ്റ്റിനേഷൻ ഉണ്ട്. അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. വീട്ടിലിരുന്ന് വെറുതെ ബോറടിച്ചു, അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് കറങ്ങിയിട്ട് വരാം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളൊന്ന് നോക്കിയിട്ട് വരാം. ഒരു വലിയ ജമാഅത്ത് പള്ളിയുണ്ട് അവിടെ. അതുപോലെ തന്നെ കുറച്ച് ഈ ബീച്ചുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നേരെ പോകാം. നമ്മൾ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. 9 മണിക്കുള്ള കണ്ണൂർ ഷൊർണൂർ ലോക്കലുണ്ട്, അതിന് പോകാം. 50 രൂപയാണ് ചാർജ് ഇവിടുന്ന് തിരുവരുന്നത്. അപ്പോൾ പോയി നോക്കാം. അപ്പോൾ നമ്മൾ തൊട്ട് ബാക്കിലുള്ളത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ഇവിടുന്ന് നേരെ പോകേണ്ടത് വടകരയിലേക്കാണ്. നമ്മൾ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ട്രെയിൻ വന്നു, നമ്മൾ യാത്ര തുടരുന്നു. ഏതാണ്ട് നമ്മൾ ഇപ്പോൾ താന്നൂർ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു കോയമ്പത്തൂർ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് കടന്നു പോകാനുണ്ട്. അതിന് നിർത്തിയിട്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ യാത്ര തുടരുന്നു. അപ്പോൾ നമുക്ക് വഴിയോര കാഴ്ചകളൊക്കെ ചെറുതായിട്ട് കണ്ടിട്ട് അങ്ങനെ പോയി നോക്കാം. നമ്മുടെ റെയിൽവേയിലൂടെ യാത്ര വളരെ സുഖപ്രദമായ ഒരു യാത്രയാണ്. ആ യാത്രയുടെ ആസ്വാദനമൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ വടകര എത്താം. വടകര എത്തിയിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് നമുക്ക് അതിൻ്റെ ചിത്രീകരണമൊക്കെ നടത്തിയിട്ട് നമുക്ക് വരാം. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും എത്തുക. കമൻ്റായിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അറിയിക്കുക. നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അഭിപ്രായങ്ങൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം കമൻറ്റ് ബോക്സിൽ. അപ്പോൾ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം തുടരാം. അതനുബന്ധിച്ച് നമുക്ക് യാത്രയിലെ കാഴ്ചകളും കണ്ട് പോകാം. നമ്മൾ യാത്ര പോകുന്ന ട്രെയിന് ഷൊർണൂർ കണ്ണൂർ ട്രെയിനിലാണ്, ലോക്കലാണ്. രാവിലെ 8:30 മണിയാണ് ഇതിൻ്റെ സമയം. ഇവിടെ 8:45, ചിലപ്പോൾ 9 മണി അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇവിടെ എത്തും, തിരൂരെത്തും. ഇതേ സമയത്ത് തന്നെയാണ് നമുക്ക് കോയമ്പത്തൂർ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് ഉള്ളത്. അതിന് 65 രൂപ കൊടുക്കണം തിരൂരിൽ നിന്ന് വടകരയിലേക്ക്. ഈ ട്രെയിനിന് തിരൂരിൽ നിന്ന് വടകരയിലേക്ക് 50 രൂപയേ ഉള്ളൂ. 15 രൂപേൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ചടങ്ങാണ്. 15 രൂപ അല്ല പ്രശ്നം. ഈ കാണുന്ന സ്റ്റേഷനിലൊക്കെ നിർത്തിയിടും. അപ്പോൾ ഈ നേരത്തെ നമ്മളെ ഗൾഫ് എയർ ഉണ്ട്, ഗൾഫ് എയറിൽ തന്നെ വിമാനം ഉണ്ടല്ലോ, ആ വിമാനം എവിടെ എയർപോർട്ട് കാണുന്നു അവിടെയൊക്കെ ഇറങ്ങും. അങ്ങനത്തെ ഒരു വിമാനം എന്നതുപോലെ അത് കണക്ഷൻ ഫ്ലൈറ്റാണ്. അപ്പോൾ പൊതുവെ നമ്മൾ പറയും എയർപോർട്ട് കണ്ടാൽ ഗൾഫ് എയർ അവിടെ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ട്രെയിന് എവിടെയും നിർത്തിയിടും. അതുപോലെ തന്നെ മറ്റ് ട്രെയിൻ കടന്നു പോകാനുണ്ടെങ്കിൽ അവർക്ക് പോയതിന് ശേഷം ഇത് വിടുകയുള്ളൂ. അപ്പോൾ സമാധാനത്തിൽ എത്തുകയുള്ളൂ. ധൃതിയില്ലാത്ത ആളുകൾക്ക് യാത്ര ചെയ്യാൻ സുഖമാണ്, വലിയ തിരക്കൊന്നുമില്ല. നമുക്ക് സമാധാനത്തിൽ പോകാൻ. കോഴിക്കോട് കഴിഞ്ഞപ്പോൾ പിന്നെ തീരെ തിരക്കില്ല, സീറ്റെല്ലാം കാലിയായിരുന്നു. നല്ല സുഖമായിട്ട് നമ്മൾ യാത്ര ചെയ്യാം. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 166
അങ്ങനെ നമ്മൾ വന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനം വടകര എത്തിയിരിക്കുകയാണ്. വടകര സ്റ്റേഷനാണ് ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങിയിട്ട് നമുക്കിവിടെ നമ്മുടെ ലക്ഷ്യം വെച്ച് വന്ന സ്ഥാനത്തേക്ക് പോയിട്ട് ആ കാര്യങ്ങൾ നോക്കാം. അതിന് ശേഷം നമുക്ക് മറ്റ് ഭാഗത്തേക്ക് നീങ്ങാം. അപ്പോൾ ഇത് വടകര റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുനിന്ന് പുറത്തിറങ്ങി ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ നേരെ വലിയ പള്ളിയിലേക്ക് പോവുകയാണ്. പഴയ ജുമാഅത്ത് പള്ളിയുണ്ട് ഇവിടെ. ആ പള്ളിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് പള്ളിക്കകത്ത് കയറിയിട്ട് എൻ്റെ